കെ സുരേന്ദ്രനെ ഒതുക്കി ബി.ജെ.പി. ദേശീയ നേതൃത്വം. ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പുറത്തു വന്നപ്പോൾ കെ സുരേന്ദ്രന് ലഭിച്ചത് ദേശീയ സെക്രട്ടറി സ്ഥാനം മാത്രം. സ്മൃതി ഇറാനിയാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സുരേന്ദ്രനൊപ്പം അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിയാകും. ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് എ.പി. അബ്ദുള്ളക്കുട്ടിയെയും മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷമി പ്രഭാകറാണ് ചേരുന്നത്. ഷമി, ഈ സുരേന്ദ്രനെ ആദ്യം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ വലിയൊരു പദവി നൽകുമെന്നതായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷെ അങ്ങനെയല്ല, സുരേന്ദ്രനെ പാടെ വെട്ടി നിരത്താനാണ് നീക്കമെന്നാണ് പുതിയ പട്ടിക, ദേശീയ നേതാക്കളുടെ പട്ടിക വരുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, നിതിൻ നാബിൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ പുനഃസംഘടനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് ബി.ജെ.പിയുടെ പൂർണ്ണമായ നിയന്ത്രണം രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏറ്റവും ജൂനിയറായ അനിൽ ആന്റണിയും കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയറായ അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ നിൽക്കാവുന്ന നേതാവായിട്ടുള്ള, നേരത്തെ ഉപാധ്യക്ഷനായിട്ടുള്ള യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും ഒരേ പദവി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനും ഒരേ പരിഗണന മാത്രം നൽകി എന്ന് പറയുമ്പോൾ അത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വി മുരളീധര പക്ഷത്തെ സംബന്ധിച്ചും വലിയ അഭിമാനത്തിന് വക നൽകുന്ന ഒന്നുമില്ല അതിൽ. കാരണം നമുക്കറിയാം, ഇപ്പോൾ ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വി മുരളീധരനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും സംസ്ഥാനത്തെ സീനിയറായ നേതാവ്, ദേശീയ തലത്തിലെ നേതാവ്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകാതെ ഏറ്റവും ജൂനിയറായ ബി ഗോപകുമാറിനെയാണ് ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. അവിടെയും രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ നടന്നിരുന്നു. സമാനമായ ഇടപെടൽ ഇപ്പോഴും നടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ഈ വി മുരളീധര പക്ഷം ഏതാണ്ട് ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. വി മുരളീധരന് ദേശീയ നേതൃത്വത്തെ ഒരർത്ഥത്തിലും സ്വാധീനിക്കാൻ കഴിയുന്നില്ല. വി മുരളീധരൻ പറയുന്നത് ദേശീയ നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു, 13 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിച്ചതിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന എ.പി. അബ്ദുള്ളക്കുട്ടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പകരം ആരെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഒരു സാഹചര്യം. സംസ്ഥാനത്ത് വി മുരളീധര പക്ഷത്തിന് വലിയ തിരിച്ചടിയും അപമാനവുമാണ് ഇപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ച്, സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയാക്കി കൊണ്ടുവന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അക്ഷയ്. ശരി ഷമി, എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വന്നിരുന്നത്. പക്ഷേ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അനിൽ ആന്റണിയെ പോലെയുള്ള ഒരു നേതാവിനൊപ്പമുള്ള ഒരു സ്ഥാനം, ദേശീയ സെക്രട്ടറി സ്ഥാനം മാത്രം നൽകി ഒതുക്കുകയാണ് കെ സുരേന്ദ്രൻ. ഇവിടെയുള്ള ഈ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ, വി മുരളീധര പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെ ഒതുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെയും കാണാനാകുന്നത്. ഷമി പ്രഭാകറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.